ഞങ്ങളെ ഇന്നലെ കടയിൽ പോയപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും കാണത്തില്ല, എന്നാലും ഞങ്ങൾക്കിത് വലിയ അത്ഭുതമൊക്കെയാണ്. നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ട് കിട്ടുന്ന സാധനമൊന്നുമല്ല. നിങ്ങളെല്ലാ ദിവസവും ഇതിങ്ങനെ കാണിക്കും എന്നെ ഫുഡ്. അപ്പം അത് കണ്ട് കൊതിച്ച് ഞങ്ങൾ അവസാനം പോയി വാങ്ങിച്ചു. കാണിച്ചു തരാവേ. ആരും ഞെട്ടരുതേ. കണ്ടാ പഴുത്ത ചക്ക റേഷൻ പോലെയാണ് ഇവിടെ കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഇനിയും വേണമെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കൂടി എടുക്കണം. പിന്നെ എത്രയായിരുന്നു വില? $10. ഏകദേശം 650 രൂപയോളം ഇത്രയും ചക്കയ്ക്ക് വരും. അവിടെ ഒരു ചക്കയ്ക്ക് പോലും ഇത്രയും കൊടുക്കണ്ടെന്ന് തോന്നുന്നല്ലേ. അതാണ് ഞങ്ങളുടെ കഷ്ടപ്പാട്. കണ്ടോ, ഒരു പച്ചച്ചക്ക തിന്നാൻ നിവൃത്തിയില്ല. നിങ്ങളവിടെ ഡെയിലി ഇതുപോലെ വീഡിയോയും റീലും ഒക്കെ ചക്ക മീൻകറി, ചക്ക ചിക്കൻ കറി, ഇങ്ങനെയല്ലേ എന്നെ എടുത്ത് കാണിക്കുന്നത്. അവസാനം ഞാൻ സഹിയിട്ട് ചക്ക കണ്ടുകൊണ്ട് എനിക്ക് ചക്ക കിട്ടാനും ഇല്ല. ചില ഫ്രോസൺ ചക്കകളൊക്കെ ഇതുപോലെ അരിഞ്ഞു വരും. അത് നമ്മൾ വെച്ചാൽ ഇത്ര കൊളത്തൊന്നുമില്ല. അത് ഇത്ര 7 ചക്ക ഒക്കെ അരിഞ്ഞത് അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര കഷ്ടമാണ് ഞങ്ങളുടെ കാര്യം. ഇപ്പൊ ചിലർ പറയേ എന്നാ പിന്നെ അങ്ങ് നാട്ടിലോട്ട് പോവാം ചക്ക തിന്നാന്ന്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നു ചക്ക തിന്നാന്ന് പറഞ്ഞു. വന്നപ്പോൾ അവിടെ ചക്കയില്ല. ചക്ക സീസൺ അല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു പോന്നു. ഓക്കെ, ഞങ്ങൾ ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം തൽക്കാലം. കവർ ചെയ്തൊക്കെയാണ് വരുന്നത് കേട്ടോ. ഒന്ന് ഇളക്കി എടുക്കണമെങ്കിൽ എവിടെ? നമ്മുടെ നാടൻ ചക്കയൊന്നുമല്ല, നാടനൊന്നും അല്ല കേട്ടോ. ഇത് ഏറെ ഏതോ രാജ്യത്തുനിന്ന് വരുന്നതാ. വിയറ്റ്നാമിൽ നിന്നൊക്കെ വരുന്നത്. ഏതോ ഏഷ്യൻ മധുരമുണ്ട്. നമ്മൾ 1-2 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. കുത്തിപ്പൊളിക്കുന്നു ടോസാണ്. സൈലൻസ്. ഇത്രേ ഉള്ളൂ. ഒരെണ്ണമൊന്ന് തിന്നണമെങ്കിൽ എന്തൊരു പാടം, എന്തൊരു ചവണിയായത്. നാട്ടിലാണെങ്കിൽ ആൾക്കാർ ഇഷ്ടംപോലെ ചക്ക വരും. തിന്ന് കാണിക്കാവേ, തിന്ന് കാണിക്കാം. ഇതിന്റെ കുരു എടുത്തോണ്ട് പോയി കാണുന്നില്ല. നല്ല മധുരമുണ്ട്, പക്ഷേ നാട്ടിലെ തന്നെ അത്രയും ടേസ്റ്റൊന്നുമില്ല. ഉണ്ടോ? കഴിച്ചില്ല. മധുരമുണ്ട്. ഓക്കെ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ ഇനി ഇങ്ങനെ ചക്ക ഇടരുത് പ്ലീസ്. മധുരമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കാര്യമൊക്കെ ആയി. ഞങ്ങളുടെ കാര്യമുള്ളൂ കഷ്ടം. അതിപ്പോൾ ഞാൻ നാട്ടിലെ കഴിച്ചിട്ട് എത്ര വർഷമായി? നിന്റെ അത്രയും വർഷം തന്നെയായി ഞങ്ങൾ. നിങ്ങൾ എന്നെക്കാളും മുന്നേ കുറേ കഴിച്ചിട്ടുള്ളതല്ലേ. അതൊക്കെ അത് പക്ഷെ മറന്നുപോയി. എന്നാലും